അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, രണ്ടാമത്തെ പാർട്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാമത്തെ കാറ്റഗറി, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റുമായിട്ടോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത എക്സ്പെൻസുകളും ഡയറക്റ്റ് ബന്ധമില്ലാത്ത ഇൻകങ്ങളും ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അതായത് ആ ഒരു ഇൻകവും ആ ഒരു എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓഫീസ് റിലേറ്റഡ് എക്സ്പെൻസുകളും മറ്റുള്ള ഇൻകങ്ങൾ, സെയിൽസ് അല്ലാതെ ഡയറക്റ്റ് ഇൻകം അല്ലാതെ മറ്റേതെങ്കിലും ഇൻകം ഉണ്ട് എങ്കിൽ അത് തമ്മിലുള്ള റിസൾട്ട് ആണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലഭിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ഓർ നെറ്റ് ലോസ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഡ്യൂറിംഗ് അക്കൗണ്ടിംഗ് പീരീഡ്. അക്കൗണ്ടിംഗ് പീരീഡിന്റെ ആ ഒരു കാലയളവിൽ, നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ കാലയളവിൽ ഉണ്ടായ പ്രോഫിറ്റ് എത്ര, ലോസ് എത്ര, നെറ്റ് പ്രോഫിറ്റ് ആണ് കണ്ടെത്തുന്നത്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ ആണെങ്കിൽ ഇവിടെ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ആണ് ഈ ഒരു അക്കൗണ്ടിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ലഭിച്ച ഗ്രോസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണോ അത് ഇതിനകത്തോട്ട് ആദ്യം തുടക്കം അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതിനകത്ത് എഴുതുന്ന കാര്യം അതായിരിക്കും. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ, ഉദാഹരണം പറയും, ഇൻഡയറക്റ്റ് ഇൻകത്തിന് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു അവിടുത്തെ ബിസിനസ് ഇതേപോലെ ഫർണിച്ചർ കടയെന്ന് തന്നെ വിചാരിക്കാം. അവിടെ ഒരു റൂം വെക്കറ്റ് ആയിട്ട് കിടപ്പുണ്ട്, അഡീഷണൽ റൂം ഉണ്ട്, അത് വേറെ ആൾക്ക് വാടക കൊടുക്കുക, അതിന്റെ ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അതായത് അവിടുത്തെ പ്രൊഡക്റ്റ് ഫർണിച്ചർ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രൊഡക്റ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ബിസിനസ് സ്ഥാപനം രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ ഒരു ബിൽഡിങ്ങിന്റെ എക്സ്ട്രാ ഉള്ളത് കൊണ്ട് അതിൽ നിന്നൊരു ഇൻകം ലഭിച്ചുകൊണ്ട് അതിനെ എന്താന്ന് പറയാം, നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ചിലപ്പം ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് കമ്മീഷൻ ലഭിക്കും, അത് പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട സെയിൽസിൽ നിന്നുള്ള ഇൻകം അല്ല, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അങ്ങനെ ലഭിക്കുന്ന, അതായത് പ്രൊഡക്റ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഇൻകങ്ങളെയാണ് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് ഇൻകം സൈഡ് വരുന്ന ഐറ്റമാണ്. എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത എക്സ്പെൻസ്, അതായത് ഓഫീസ് റിലേറ്റഡ് എക്സ്പെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. അതായത് ഓഫീസ് റെന്റ്, ഓഫീസിലെ ഇലക്ട്രിസിറ്റി, ഓഫീസിലെ ഫോൺ ബില്ല്, അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ സാലറി, ഇവയൊക്കെ ഓഫീസ് റിലേറ്റഡ് എക്സ്പെൻസ്, അതൊക്കെയാണ് ഈ ഒരു അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പം ഫാക്ടറി റിലേറ്റഡ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതെങ്കിൽ ഓഫീസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. ഡയറക്റ്റ് ഇൻകം ആണ് ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാന ഡിഫറൻസ്. ഇത് എങ്ങനെയാണ് മാനുവലായിട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുണ്ട്. അത് തന്നെ ഒന്ന് ചെയ്തും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റഡ് വിത്ത് ഓൾ ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്സ്. ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് എക്സ്പെൻസുകളും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും അതേപോലെ തന്നെ ലോസസും ഒക്കെയാണ്. ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻകവും പ്രോഫിറ്റും ഒക്കെയാണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമാറ്റ് ഉണ്ട്, ഇതാണ് അതിന്റെ ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ട് ആണ് ആദ്യം വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു. സപ്പോസ് ഗ്രോസ് ലോസ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും വരുന്നത്. ലോസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, എക്സ്പെൻസുകൾ എഴുതുന്ന സ്ഥലത്ത് നിന്ന്, ലോസസ് എഴുതുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സപ്പോസ് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും വരുന്നത്. അതിനുശേഷം അതർ ഇൻകംസ്, സാധാരണ ഉള്ള ഇൻകം ആണ് ഈ പറയുന്നത്. റെന്റ് ഉണ്ട്, അതേപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഡിവിഡൻഡ് ഓൺ ഷെയർസ്, ബാഡ് അപ്സ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ് അസെറ്റ്, അപ്രന്റീസ്ഷിപ്പ് പ്രീമിയം, മിസലേനിയസ് റെസീവ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻകങ്ങളായിട്ട് വരുന്നത്, ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് വരുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരുന്ന ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ, സാലറി, റെന്റ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ്, ട്രേഡ് എക്സ്പെൻസസ്, ജനറൽ ട്രാവൽ എക്സ്പെൻസസ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ് പ്രീമിയം, സെല്ലിംഗ്. അടുത്ത ഹെഡ് എന്ന് വെച്ചാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. ഇതും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ക്യാരേജ് ഔട്ട്വേർഡ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, കമ്മീഷൻ, ബ്രോക്കറേജ്, ബാഡ് ഡെറ്റ് ഓർ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, പാക്കിംഗ് ചാർജസ്, അതർ എക്സ്പെൻസ് ആൻഡ് ലോസസ് വരുമ്പോൾ റിപ്പയർസ് വരും, ഡിപ്രീസിയേഷൻ വരും, ഇൻട്രസ്റ്റ് ചാർജസ് വരും, ഡിസ്കൗണ്ട് അലൗഡ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡൊണേഷൻ ആൻഡ് ചാരിറ്റി, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, അബ്നോർമൽ ലോസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്. ഇത്രയും എക്സ്പെൻസുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന രീതിയിൽ സാധാരണ ഒരു സ്ഥാപനത്തിൽ വരാറുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സ്ലൈഡിൽ കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂടി ഒന്നിച്ചുള്ളൊരു ഫോർമാറ്റ് ആണ്. അതായത് ഈ ഒരു രീതിയിലായിരിക്കും സാധാരണ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഫസ്റ്റ് പാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഈ ഒരു ഫസ്റ്റ് പാർട്ട്, ഇവിടുന്ന് ഇത്രയും ഭാഗം ട്രേഡിംഗ് അക്കൗണ്ടും ഇത്രയും ഭാഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്. ഇവിടെയാണ് ഓപ്പൺ സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, അങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇവിടെ വരുന്നു, ഡയറക്റ്റ് ഇൻകങ്ങൾ വരുന്നു. ഇതിന്റെ റിസൾട്ട് സപ്പോസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് എങ്കിൽ, ഇവിടെയാണ് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നതെങ്കിൽ ഇതെടുത്ത് ഇങ്ങോട്ട് എഴുതും. ഉണ്ടോ, ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങോട്ട് ബ്രോഡ് ഓൺ ചെയ്ത് എഴുതിയിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി ഇൻഡയറക്റ്റ് ഇൻകങ്ങൾ എഴുതുന്നു. സപ്പോസ് ലോസ് ആണ് വരുന്നതെങ്കിൽ ലോസ് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട്, ഗ്രോസ് ലോസ് ഇങ്ങോട്ട് എഴുതുന്നു. ബാക്കി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരും. ഇതിന്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, അതായത് ഇൻകം കൂടുതലും
എക്സ്പെൻസ് കുറവാണെങ്കിൽ പ്രോഫിറ്റ്, തിരിച്ചാണെങ്കിൽ ലോസ് ആയിരിക്കും വരുന്നത്. ഇതാണ് ഒന്നിച്ചുള്ള ഈ രീതിയിലാണ് സാധാരണ ചെയ്യുന്നത്. ഒറ്റ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത പാർട്ടാണ് ഫൈനൽ പാർട്ട്. ഈ ഫൈനൽ അക്കൗണ്ട്സിന്റെ ലാസ്റ്റ് പാർട്ടാണ് ബാലൻസ് ഷീറ്റ്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ എടുത്തിട്ടുള്ള അക്കൗണ്ടുകൾ ഇൻകം അക്കൗണ്ടുകളും എക്സ്പെൻസ് അക്കൗണ്ടുകളാണ്. ആ ഇൻകം അക്കൗണ്ടുകളും എക്സ്പെൻസ് അക്കൗണ്ടുകളും കഴിഞ്ഞാൽ പിന്നെ മിച്ചമുള്ളത് അസറ്റും ലയബിലിറ്റിയുമാണ്. ഈ അസറ്റും ലയബിലിറ്റിയും വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു അക്കൗണ്ട് അല്ല. ഇതിന്റെ പേര് ഇങ്ങനെ വരാൻ കാരണം ഈ ഒരു ബാലൻസ് ഉള്ള അക്കൗണ്ട്സ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നത് തന്നെയാണ്, എ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് എനി പർട്ടിക്കുലർ ഡേറ്റ്. അതായത് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആ സ്ഥാപനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും പ്രിപ്പറേഷന് ശേഷമാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഷീറ്റ് ആസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസ് ഓഫ് അക്കൗണ്ട്സ് റിമൈനിങ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷമുള്ള അക്കൗണ്ട്സുകളുടെ ബാലൻസ് വെച്ചിട്ടാണ് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പേര് ഇതിന് വന്നതെന്നാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. ഇറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ഈ ഒരു ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഡേറ്റിൽ ഒരു സ്ഥാപനത്തിന്റെ ആസ്തി എത്ര, ബാധ്യത എത്ര, അത് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമാറ്റ് ഉണ്ട്. ഇതാണ് സാധാരണ ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസ് ആണ്. പ്രധാനപ്പെട്ട ലയബിലിറ്റീസ് ഒക്കെ പറയുന്നത് ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, അഡ്വാൻസ് അൺഏൺഡ് ഇൻകം, ഷോർട്ട് ടൈം ലോൺസ്, ലോങ് ടൈം ലോൺസ്, ഡിബഞ്ചേഴ്സ്, പിന്നെ ക്യാപിറ്റലാണ്. അതിനകത്ത് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊണ്ട് ആഡ് ചെയ്യുന്നു, ഡ്രോയിങ്സ് കുറയ്ക്കുന്നു. ഇതാണ് സാധാരണ രീതിയിലുള്ള ലയബിലിറ്റി ഐറ്റംസ് ആയിട്ട് വരുന്നത്. അസറ്റ്സിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇൻവെന്ററീസ്, ബിൽസ് പേയബിൾ, സൺഡ്രി ഡെപ്റ്റ്, സോറി ബിൽസ് പേയബിൾ തെറ്റാണ് കേട്ടോ. ബിൽസ് പേയബിൾ ലയബിലിറ്റി ആണ്. ബിൽസ് റിസീവബിൾ ആണ് അവിടെ വരേണ്ടത്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ബിൽഡിംഗ്, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഗുഡ് വിൽ, ഇതെല്ലാം ഫിക്സ്ഡ് അസറ്റ് ആണ് കേട്ടോ. ഇതെല്ലാം കറണ്ട് അസറ്റ് ആണ്. ഇത്രയാണ് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് ശേഷം തന്നിരിക്കുന്ന ഫോർമാറ്റ് ട്രയൽ ബാലൻസിനെ കുറിച്ചാണ്. ട്രയൽ ബാലൻസ് വരെയുള്ള വീഡിയോസ് ഇതിന് മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ആ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നു. ഓക്കെ, ഇതിൽ നിന്നാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വേണ്ട ഐറ്റംസ് നമ്മൾ തരംതിരിച്ച് അതിൽ എടുക്കുകയും ബാലൻസ് ഉള്ള ഐറ്റം വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയുമാണ് ഫൈനൽ അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഫൈനൽ അക്കൗണ്ട് മാനുവലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള 2 വീഡിയോസ് ഉണ്ടാവും. അത് മാനുവലായിട്ട് എങ്ങനെയാണ് ബുക്കിൽ എഴുതി ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ടാലിയിൽ ഇത്രയും വിശദമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ടാലിയിൽ ജസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും പ്രിപ്പയർ ആകുന്നതാണ്. എന്നിരുന്നാലും മാനുവലായിട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന വീഡിയോസിൽ പറയുന്ന ആ ഒരു പ്രോബ്ലം തന്നെ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ക്ലാസ്സിൽ ഇത്ര മാത്രം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.